ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് അറിയാം. ഇന്ന് നമ്മൾ ഇവിടുത്തെ തമിഴ് സ്റ്റൈലിലുള്ള ഒരു വെജ് കുറുമയാണ് ചെയ്യാൻ പോണത്. ആനന്ദ് ഭവനിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് അതിന് എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തിരിക്കണേന്ന് നോക്കാം. വാ. അപ്പോൾ ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, പട്ടാണി, കോളിഫ്ലവറാണ്. ഇതന്നെയാണ് ഇവിടെ എല്ലാവരും കുറുമയ്ക്ക് യൂസ് ചെയ്യണ പച്ചക്കറികൾ. പിന്നെ എടുത്തിരിക്കുന്നത് മല്ലിയില, പുതിനയില, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, 3-4 കരയാമ്പൂ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്, വഴനില, പിന്നെ കൽപ്പാസി എന്ന് പറയും ഇവിടെ. നമ്മുടെ നാട്ടിൽ ഇതങ്ങനെ യൂസ് ചെയ്യില്ല, പക്ഷേ ഇവിടുത്തെ മിക്ക കറികളിലൊക്കെ ഇത് ഇടാറുണ്ട്. അതല്ലേ നമ്മുടെ കേരള കുറുമേനയിലും ടേസ്റ്റ് വ്യത്യാസം ഇവിടെ വരുന്നത് ഈ ഒരു ഐറ്റം ആഡ് ചെയ്യണ കാരണമാണ്. ഇതിന് ഇംഗ്ലീഷിൽ പറയണത് ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവർ എന്നാണ് കണ്ടോ ഇതിന് ഇംഗ്ലീഷിൽ പറയണത്. കൽപ്പാസി എന്ന് ഇവിടെ പറയും. ഒരു 5 രൂപയൊക്കെ കൊടുത്താൽ കിട്ടണതാണ്. ഇവിടെ എല്ലാ കടകളിലും ഇത് കിട്ടും. ഈ വഴനില ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഒരു മീഡിയം സൈസ് സവാള പൊടിയരിഞ്ഞതും ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഗ്രേവി തിക്കാവാൻ വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങ ചെരുകിയതും കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയും കൂടിയിട്ട് ചെറുതായി മുറിച്ചിട്ട് നമ്മൾ ഗ്രേവിയിലേക്ക് ചേർക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പച്ചക്കറികൾ വേവിച്ചെടുക്കാം. കുക്കറിൽ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഈ പച്ചക്കറി ആദ്യം വേവിച്ചെടുക്കാം. പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഞാനൊരു കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു ജാറിലേക്ക് എടുത്ത് വെച്ച മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഇതിലേക്ക് ജീരകം ഇടില്ല കേട്ടോ, പെരുംജീരകം മാത്രമേ ഇടുള്ളൂ. ഇതുപോലെ കിട്ടിയാൽ മതി. അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് മൊത്തത്തിലുള്ള ടേസ്റ്റ് മാറും. ഇതാണ് കറക്റ്റ് പരുവം. ഇപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എണ്ണ മൂത്ത് വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ച വഴനില ഇട്ട് കൊടുക്കാം. കറുവപ്പട്ടയുടെ ഇലേനെയാണ് ഈ വഴനില എന്ന് പറയുന്നത്. ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്ന വഴനില കേട്ടോ, ഉണക്കിയെടുത്ത് കൊണ്ടുവന്നതാണ്. നമ്മൾ പൊടിച്ച് വെച്ച ഈ മസാല ചേർക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചില്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോഴേ മണം വരാൻ തുടങ്ങി. ഈ പച്ചമസാല ഇട്ട് കൊടുത്തപ്പോഴേക്കും ഇവിടുത്തെ കുറുമയുടെ മണം വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. നന്നായി ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിയാൽ മതി സവാളയുടെ. തക്കാളി ഇട്ട് കൊടുക്കാം. ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ കുറച്ച് മാത്രം തക്കാളി എടുക്കുക. അപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ അതിൻ്റെ ഒരു 3/4 ഭാഗം ഇട്ടാൽ മതി. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട. പച്ചക്കറികൾ വേവിച്ചപ്പോൾ ഉപ്പിട്ടതാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. തക്കാളി വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ മല്ലിപ്പൊടി, മുളക് പൊടി മാത്രം മതി ഇതിലേക്ക്. മസാലപ്പൊടിയോ ഒന്നും വേണ്ട. കാരണം നമ്മൾ മസാല ഓൾറെഡി ചേർത്തല്ലോ. അത് കാരണം നമ്മൾ എക്സ്ട്രാ മസാലയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കുത്തലായിരിക്കും. മല്ലിപ്പൊടി ചേർക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ നമ്മൾ വേവിച്ച പച്ചക്കറികൾ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇതിലേക്ക് ഒഴിക്കാം. ഈ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കിടന്ന് ഒരു 5 മിനിറ്റോളം അത് തിളയ്ക്കണം. എന്നിട്ട് നമ്മൾ തേങ്ങയും കശുവണ്ടിയും കൂടി അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പച്ചക്കറികൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങയും അണ്ടിപ്പരിപ്പിൻ്റെ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ കുറുമയുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടണം, നല്ല കുറുകി കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. രക്ഷയില്ലാത്ത മണമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ തമിഴ് സ്റ്റൈൽ കുറുമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.